മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to 1 tan inverse x dx. ഇത് 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ tan inverse x ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എടുക്കണം. tan inverse x into 1 dx. നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? tan inverse x ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 ന്റെ ഇന്റഗ്രൽ എന്താണ്? x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 plus x square into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണത്? x. നമ്മുടെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. that is equal to x tan inverse x ഇന്റഗ്രൽ 0 to 1 മൈനസ് ഇവിടെ നോക്കാം 1 plus x square. ഡിനോമിനേറ്ററിൽ 1 plus x square, ന്യൂമറേറ്ററിൽ x ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 1 plus x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x dx. അപ്പൊ ഒരു x കുറവുണ്ട്. അപ്പൊ ഡിനോമിനേറ്ററിൽ 1 plus x square ആണ്. 1 plus x square ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. 2x dx ആണ് വരേണ്ടത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? x ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ -1/2 log modulus of 1 plus x square then plus 6. ഇതാണ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മള് രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ -1/2 log 1 plus x square കിട്ടി. ഇനി ആദ്യത്തെ പാർട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? x into tan inverse x, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കേസ് ഏതാണ്? ഇന്റഗ്രൽ f' x by f of x dx. that is equal to എന്താണ്? log modulus of f of x. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇന്റഗ്രേഷന്റെ മൂന്നാമത്തെ ടൈപ്പ് ആണത്. ഇന്റഗ്രൽ f' x by f of x dx equal എന്താണ്? log modulus of f of x. ഇവിടെ നോക്കാം, ഇവിടെ ന്യൂമറേറ്ററിൽ x മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 1 plus x square ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് വരേണ്ടത്. ഇവിടെ x വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1/2 log modulus of 1 plus x square. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ x നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 into tan inverse 1 മൈനസ് 0 അപ്ലൈ ചെയ്യുമ്പോഴോ 0 ആയിരിക്കും. അപ്പുറത്തെ കേസിലേക്ക് വരുമ്പോൾ -1/2 നമ്മൾ അപ്പർ ലിമിറ്റ് x ന് 1 കൊടുക്കുമ്പോൾ log 1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് ഇനി ഇവിടെ x ന് 1 കൊടുക്കുമ്പോൾ 1 plus 1 log 2 1 plus 1 2. 0 കൊടുക്കുമ്പോഴോ log 1, that is equal to 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? tan inverse 1 എത്രയാണത്? π/4 മൈനസ് 1/2 log. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? π/4 മൈനസ് 1/2 log 2 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇവിടെ നമുക്ക് tan inverse x എന്നൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കണമെങ്കിൽ 2 ഫംഗ്ഷൻ വേണം. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എന്ത് കൺസിഡർ ചെയ്തു? 1 കൺസിഡർ ചെയ്തു. അപ്പൊ tan inverse x ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, 1 എന്നുള്ളത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഏത് റിസൾട്ട് ആണ് ഉപയോഗിച്ചത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് tan inverse x into x മൈനസ് ഇന്റഗ്രൽ ഓഫ് tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 plus x square into x dx. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കേസിൽ ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഇതിന്റെ കുറവുള്ളത് ഒരു 2 ന്റെ കുറവുണ്ട്. ആ 2 ന്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1/2 log modulus of 1 plus x square കിട്ടി. ഏത് ടൈപ്പ് ആണത്? ഇന്റഗ്രൽ ഓഫ് f' x by f of x dx ആണെങ്കിൽ അതിന്റെ ആൻസർ log of mod f of x ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? log of 1 plus x square എന്നോടൊപ്പം തന്നെ എന്ത് ചേർക്കണം? 1/2 ചേർക്കണം. എന്തുകൊണ്ടാ 1/2 ചേർത്തേ? ന്യൂമറേറ്ററിൽ x എന്നുള്ളൂ. ന്യൂമറേറ്ററിൽ 2x ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 1/2 ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു.
ഇവിടെ ഒരു 2 കുറവുള്ളത് കൊണ്ട് -1/2 log modulus of 1 + x. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് tan inverse 1 വരും, 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇതുപോലെ ഇവിടെ 1 അപ്ലൈ ചെയ്യുമ്പോൾ log 2 വരും, 0 അപ്ലൈ ചെയ്യുമ്പോൾ log 1 0 ആണ്. അപ്പോൾ tan inverse 1 ന്റെ ആൻസർ 5/4 ആണ്. 5/4 - 1/2 log 2 ആണ് ഇതിന്റെ ആൻസർ. ഇത് എന്ത് ചോദിച്ചതാണ്? 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് 2x divided by x square plus 3x plus 2 ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2x divided by x square plus 3x plus 2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2x by x square plus 3x plus 2 നമുക്ക് എങ്ങനെ എഴുതാം? x plus 2 into x plus 1 എഴുതാം. x plus 2 നെ x plus 1 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x plus 2 into x plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x square plus കണ്ടോ x square plus x plus 2x. അപ്പോൾ x square plus 3x plus 2 എന്ന് കിട്ടും. അപ്പോൾ x square plus 3x plus 2 can be factorized as x plus 2 into x plus 1. ഇനി അതിന് എന്ത് ചെയ്യണം? നമുക്ക് a by x plus 2 plus b by x plus 1 അങ്ങനെ എഴുതുമ്പോൾ a കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് a into x plus 1 plus b into x plus 2. ഇത് നമ്മൾ എന്ത് ചെയ്യാം? x നെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? x നെ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -4 is equal to ഇവിടെ -2 plus 1 എത്രയാണ്? a into -1 plus 0. അപ്പോ a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4. the value of a is equal to നമുക്ക് 4 കിട്ടി. ഇനി ഇൻപുട്ട് x is equal to എന്താ കൊടുക്കണേ? x is equal to -1 കൊടുക്കുക. അപ്പോൾ -2 is equal to ഫസ്റ്റ് 0 ആയി പോകും. അടുത്തതിൽ -1 plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? b വരും. b യുടെ വാല്യൂ എത്രയാണ്? -2. അപ്പോൾ a യുടെ വാല്യൂ 4 ഉം b യുടെ വാല്യൂ -2 ഉം കിട്ടി. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ a ക്ക് പകരം നമ്മൾ 4/x plus 2 എന്ന് എഴുതി dx പ്ലസ് രണ്ടാമത്തെ ടൈമിൽ എഴുതാം 4 പ്ലസ് b ക്ക് പകരം എന്ത് എഴുതി? -2/x plus. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 4/x plus 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 log mod x plus 2 minus 2 into log mod x plus നമ്മുടെ ആൻസർ എന്താണ്? 4 log mod x plus 2 minus 2 log mod x plus 1 plus c. ഇതെന്ത് ചോദിച്ചതാണ്? 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. 2022 CBSE എക്സാമിനേഷന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് 2x by 3x x square plus 3x plus 2 നെ നമ്മൾ രണ്ട് ടേം ആക്കി മാറ്റി a by x plus 2 plus b by x plus 1 അങ്ങനെ രണ്ട് ടേം ആക്കി മാറ്റിയതിനു ശേഷം a b കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. ഇവിടെ 1/x plus 2 ആവുമ്പോൾ log mod x plus 2, 1/x plus 1 ആവുമ്പോൾ log mod x plus 1. എല്ലാവരും എഴുതിയെടുത്തോ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Next question. Find integral dx divided by x square minus 6x plus 13. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് ചോദിച്ചതാണ്? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് 2022 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. 2022 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. dx divided by x square minus 6x plus 13. ഇത് അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇന്റഗ്രൽ dx divided by ഈ x square minus 6x നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. x square minus 6x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 3 into x എന്നാണ് അല്ലേ? ഇത് 3x പ്ലസ് 13. അപ്പോ a minus b whole square എന്ന് പറഞ്ഞാൽ എന്താണ്? a square minus 2ab
പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് കണ്ടോ ഈ 3 rx ഇവിടെ നമുക്ക് എന്ത് ചേർക്കാം? ഒരു 9 ചേർക്കാം. കണ്ടോ 3ന്റെ സ്ക്വയർ ഇവിടെ 3ന്റെ സ്ക്വയർ ചേർക്കുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്, 3ന്റെ സ്ക്വയർ ഇവിടെ ചേർക്കാം 9. 9 പ്ലസ് ഇവിടെ ഒരു 9 നമ്മൾ എക്സ്ട്രാ കയറ്റി കഴിഞ്ഞപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി. 13ൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു 9 നമ്മൾ കുറച്ച് കളയും. അപ്പൊ നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയേ, ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9. ആ പ്ലസ് 9 മൈനസ് 9 കട്ടായി പോകും. അപ്പൊ 13 തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി വെച്ചു. ദെൻ ബാക്കി എന്താണ് ഇവിടെ കിട്ടുന്നത്? 13 മൈനസ് 9 4 ആണ്. 4ന് 2 സ്ക്വയർ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, 1/x² + a² dx എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a tan inverse x/a. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1/1 dx by x minus 3 whole square plus 2 square ആവുമ്പോൾ 1/2 tan inverse x ന്റെ സ്ഥാനത്ത് കൊടുക്കണം x minus 3 by a യുടെ സ്ഥാനത്ത് കൊടുക്കണം 2 plus c. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/2 tan inverse x minus 3/2 plus c എന്നാണ്. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് എന്താണ് ചെയ്തത്? ഈ x² minus 6x നെ നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്യുന്നു. x² minus 6x നെ പെർഫെക്റ്റ് സ്ക്വയർ ആയി കൺവെർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ഏത് ടേമിന്റെയാണ് കുറവ് വന്നേക്കണേ? ഒരു 9ന്റെ കുറവ് വന്നിട്ടുണ്ട്. ആ 9 നമ്മൾ ഇവിടെ ചേർത്ത് കഴിയുമ്പോൾ 13ൽ നിന്ന് 9 കുറച്ചാൽ 4 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x² minus 6x plus 9 എങ്ങനെ എഴുതാം? x minus 3 whole square എന്ന് എഴുതാം. x minus 3 whole square എന്ന് പറഞ്ഞാൽ എന്താണ്? x² plus 3² minus 6x. കണ്ടോ x² minus 6x ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ടൈം ഏതാണ്? 9. ഒരു 9 ആഡ് ചെയ്യുമ്പോൾ ഒരു 9 സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ 9 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 13ൽ നിന്ന് 9 പോയപ്പോൾ എന്തായി? 4 ആയി. 4ന്റെ സ്ക്വയർ 2 സ്ക്വയർ എഴുതിച്ചു. 4ല് നമ്മൾ 2 സ്ക്വയർ എഴുതിച്ചു. അപ്പൊ x minus 3 whole square plus 2 square. അപ്പൊ ഇത് ഏത് ഫോർമുലയാണ്? ഇന്റഗ്രൽ 1/x² plus a². അതിന്റെ ഫോർമുല എന്താണ്? 1/a tan inverse x/a ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? a യുടെ സ്ഥാനത്ത് 2, 1/2 tan inverse x minus 3/2 plus c. ഇത് എന്ത് ചോദിച്ചതാണ്? 2022 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU 2022 CBSE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ത് ചോദിച്ചതാണ്? 2022 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷന് ചോദിച്ച പ്രോബ്ലം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ട്രിക്ക് എന്താണ്? ആ x² minus 6x നെ നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാൻ സാധിച്ചു? ഇന്റഗ്രൽ ഓഫ് 1/x² plus a² ന്റെ ഫോർമുല. ആ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആ ഫോർമുല? 1/a tan inverse x/a. ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്താണ്? x minus 3. a യുടെ സ്ഥാനത്ത് എന്താണ്? 2. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? 1/2 tan inverse x minus 3/2 plus c. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, ശരി.